ഹലോ, എല്ലാവർക്കും ചേമ്പ് ഇഷ്ടമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേമ്പ്. അപ്പം ഞാൻ ഇവിടെ ചേമ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് പാൽ ചേമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. പാൽ പോലെ ഇരിക്കുന്നതുണ്ടോ. അപ്പോൾ ഓൾറെഡി ഞാൻ വേവിച്ചു. അതായത് കുക്കറിൽ ഞാൻ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിലാണ് ആദ്യം ആക്കിയത്. അപ്പോൾ അതിലേക്ക് പച്ചമുളകും പിന്നെ ഉപ്പും ചേർത്തിട്ട് വേവിച്ചിട്ടാണ് ഞാൻ ചട്ടിയിലേക്ക് ഒഴിച്ചത്. എന്നിട്ട് ഞാൻ തേങ്ങ ചിരകിയതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിലേക്ക് ഒഴിച്ചു. പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട്, അപ്പോൾ ഇനി നമുക്ക് ഈ ചട്ടിയിൽ നന്നായിട്ട് കുറുകി വരണം. അപ്പോഴേന്ന് അതിൻ്റെ ടേസ്റ്റ് വരിക. ഇത് ശരിക്കും പറഞ്ഞാൽ പാൽച്ചേമ്പ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞാൻ കുറച്ച് വെള്ളം പോലെയാണ് ആക്കിയത്. എനിക്കിങ്ങനെ കോരി കുടിക്കാനാണ് ഇഷ്ടം ചേമ്പ്. ചില ആൾക്കാർക്ക് ഇങ്ങനെ പുയ്ക്ക് പോലെ കഴിക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ നല്ല ചൂട് ചായയും പാൽച്ചേമ്പും സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ സാധനം സെറ്റായി. അപ്പോൾ നമുക്ക് പച്ചമുളകിന് പകരം കാന്താരി മുളകുണ്ടെങ്കിൽ സൂപ്പർ ബെസ്റ്റായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ കാന്താരി മുളകില്ല, അതുകൊണ്ട് ഞാൻ പച്ചമുളകാണ്. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നിട്ട് കുറുകി. ഞാൻ അധികം കുറുക്കിയെടുക്കുന്നില്ല, എനിക്ക് വെള്ളം പോലെയാണ് ഇഷ്ടം. അപ്പോൾ ഇത് അരിദോശേൻ്റെ കൂടെ ഈ ചേമ്പ് കഴിക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ്, നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ സാധനം സെറ്റായി. അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് അരിദോശയാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്തേക്കണം. ഞാൻ പല പ്രാവശ്യം കാണിച്ചു തന്നിട്ടുണ്ട്, എൻ്റെ ചാനലിൽ തന്നെയുണ്ട്, നിങ്ങൾക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ അരിദോശയും ഇതുപോലെ ഇങ്ങനെ വെള്ളം പോലത്തെ ചെയ്യുമുണ്ടെങ്കിൽ നമുക്ക് അരിദോശൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര കോമ്പിനേഷനാണ്. നിങ്ങൾ എന്തായാലും കഴിച്ചു നോക്കണം. അപ്പോൾ ചാച്ചാ ബൈ.